ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ടെറസ് കിച്ചണിലാണ്. ഇന്ന് വലിയ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ സ്പെഷ്യലാണോ എന്ന് വെച്ചാൽ അങ്ങനെ വലിയ സ്പെഷ്യലല്ല, ഭയങ്കര സിമ്പിൾ ഒരു ഈസി റെസിപ്പിയാണ് ഞാൻ പോണേ. പക്ഷേ ഒരു ചെറിയ ചൈനീസ് സ്റ്റൈൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ 4 മുട്ട ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, അതായത് എഗ് ചില്ലി വിത്ത് ക്യാപ്സിക്കം. ഇനി ക്യാപ്സിക്കം ഇല്ലെങ്കിലും ചെയ്യാം കേട്ടോ, പേരിലൊരു ക്യാപ്സിക്കം ഉണ്ടെങ്കിലും ഒരു നിവൃത്തിയില്ലെങ്കിൽ ക്യാപ്സിക്കം ഇല്ലാണ്ട് ചെയ്യാം. എന്തായാലും കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ 4 മുട്ട റെഡി, പിന്നെ 2 പച്ചമുളക്, ഇതെല്ലാം ഞാനൊന്ന് അരിയാൻ പോകണു. സവാള ഒരു 3 എണ്ണം, പിന്നെ അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി നമ്മൾ ചെറുതായി അരിഞ്ഞത് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ വേണം. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുവാണ്. നമുക്ക് ഫാസ്റ്റായിട്ട് അരിയാം. ചൈനീസ് കുക്കിംഗ് അറിയാലോ, ഈ അരിഞ്ഞെടുക്കുന്ന ഒരു സമയം മാത്രമേ ആവശ്യമുള്ളൂ. കുക്കിംഗ് ഈസ് വെരി ഫാസ്റ്റ്. ആദ്യം സവാള ഒരുപാട് കനം കുറച്ചല്ലെങ്കിലും കനം കുറച്ച് അരിയണം. ഓക്കെ, അപ്പോൾ സ്ലൈസസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഹാഫ് സ്ലൈസസ്, അതാണ് എനിക്കിഷ്ടം. അത് കാരണം ഹാഫ് സ്ലൈസസ് ആയിട്ട് മുറിക്കാം. ഭയങ്കര തിക്കല്ല, തിന്ന തന്നെയാണ് ഒരുവിധം. ചൈനീസ് കുക്കിങ്ങിൽ ഭയങ്കര തിന്നായിട്ട് അരിയേണ്ട ആവശ്യമില്ല. വെളുത്തുള്ളിയും ഇതുപോലെ തന്നെ ചെറിയതായിട്ട് ഫൈൻലി ചോപ്ഡ്. ഓക്കെ, ഒരു 1.5 ടേബിൾ സ്പൂൺ മതിയാകും. അപ്പോൾ 2 പച്ചമുളക് ചെറുതായിട്ട്, ഇത് ഇച്ചിരി വലിയ പച്ചമുളകാണ്, അതുകൊണ്ട് ഒരെണ്ണം ഞാൻ ചെറുതെടുത്തു. ഇനി നമ്മൾ ക്യാപ്സിക്കം, ഇത് ക്യാപ്സിക്കം ചില്ലി ആണല്ലോ, എഗ്. പക്ഷേ ഞാൻ പറഞ്ഞു ക്യാപ്സിക്കം ഇല്ലെങ്കിലും വിഷമിക്കരുത്, ഇല്ലാണ്ടും ചെയ്യാം. കുറച്ച് പച്ചമുളകിൻ്റെ 1-2 കൂടി എക്സ്ട്രാ ചേർത്താൽ മതി. നന്നായിട്ട് ഉള്ളിലെ കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട്, ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ ചതുര കഷ്ണങ്ങൾ, ഒരുപാട് വലുതല്ല, ഒരു മീഡിയം ഇങ്ങനെ എടുക്കുക. അപ്പോൾ ഇത് ചെറിയ ക്യാപ്സിക്കം ആയതുകൊണ്ട് ഞാൻ 1 എണ്ണം കൂടി എടുക്കുന്നു. വലിയ ക്യാപ്സിക്കം ആണെങ്കിൽ 1 എണ്ണം മതിയാകും, ചെറുതാണെങ്കിൽ 2 എണ്ണം. ഇതൊരു ചെറിയ ക്യാപ്സിക്കമായിരുന്നു, അതുകൊണ്ട് ഞാൻ 1.5 ക്യാപ്സിക്കം എടുക്കാൻ പോകുന്നു. ഇതിൻ്റെ പകുതിയും കൂടി എടുക്കാം. അപ്പോൾ അരിയൽസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ക്യാപ്സിക്കം, സവാള, പച്ചമുളക്, പിന്നെന്താ ഗാർലിക്. ഇനി 4 മുട്ട, അത് 4 എണ്ണം ഒരു പാത്രത്തിലേക്ക് നമുക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം. അതാണ് അടുത്ത കാര്യം. നോക്കിക്കോളൂ, ചെറിയ മുട്ടയാണെങ്കിൽ 4 എന്നുള്ളത് 5 ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി 5 അല്ല 6 ആയാലും കുഴപ്പമില്ല, നമ്മുടെ തീരുമാനമാണ് എത്ര മുട്ട വേണം എന്നുള്ളത്. കൂടുതലായാലും പ്രശ്നമില്ല. ഇത് കുറച്ച് ചെറിയ മുട്ടയാണ്, അത് കാരണം ഞാൻ 1 എണ്ണം കൂടി ചേർക്കണം. 4 to 5 സൈസ് നോക്കിയിട്ട്. ഓക്കെ, മുട്ടയുടെ അളവ് ഞാനൊരു ജസ്റ്റ് ഒരു അളവാണെന്നേ ഉള്ളൂ. ഇനി എന്നിട്ടൊരു വിസ്ക് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. ഈ വിസ്ക് എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടം. ഇതൊരു ഫാസ്റ്റ് കുക്കിങ്ങിൻ്റെ കാര്യമാണ് കേട്ടോ, നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ കാര്യം. ഇപ്പോൾ ജോലിക്ക് പോയിട്ട് വന്നാണെങ്കിലും വൈകുന്നേരമൊക്കെ നമുക്ക് വേണമെങ്കിൽ ചപ്പാത്തിക്കൊക്കെ, പിന്നെ ചില്ലി ചിക്കൻ ഫ്രൈഡ് റൈസിന് സൈഡ് ഡിഷായിട്ട് വേണമെന്നുള്ളവർക്ക് വേണമെങ്കിലും ഈ ഒരു എഗ് ചില്ലി ചെയ്യാമല്ലോ. അപ്പോൾ ഇനി മേക്കിംഗ്, ആദ്യം നമ്മൾ ഈ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയെ ഒന്ന് സ്ക്രാമ്പിൾ പോലെ ആക്കിയെടുക്കും. ഓക്കെ, കുറച്ചെണ്ണ ഇനി അടുപ്പിലേക്ക് ഞാൻ തീ കത്തിച്ച് കഴിഞ്ഞു. അപ്പോൾ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ, ഞാൻ കൂടുതലായിട്ട് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത് മുട്ടയ്ക്ക് വേണ്ടി. അപ്പം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഈ മുട്ട അടിച്ചതും കൂടി ചേർക്കും. 1 ടേബിൾ സ്പൂൺ എണ്ണയിലാണ് ഇത് ചെയ്യേണ്ടത്. ഞാൻ 1 ടേബിൾ സ്പൂണേ ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ ഇത് സ്ക്രാമ്പിളാക്കി എടുത്താൽ മതി. ചെറുതായിട്ട് മുട്ട ഇങ്ങനെ സെറ്റായി തുടങ്ങുമ്പോൾ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ മുട്ട ഏതാണ്ട് സ്ക്രാമ്പിൾഡ് ലെവലിലേക്ക് ആയിക്കഴിഞ്ഞു. ഒരുപാട് കുഞ്ഞു പീസല്ല വേണ്ടത്, നമുക്ക് ഇച്ചിരി തിരക്കേടില്ലാത്ത പീസസ്. സോ നമ്മളുടെ മുട്ട സ്ക്രാമ്പിൾഡ് റെഡി. ഇനി ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റുകയാണേ. അപ്പോൾ സ്ക്രാമ്പിൾഡ് എല്ലാം പ്ലേറ്റിലേക്ക് മാറ്റി. ഇനി സെയിം പാത്രത്തിൽ തന്നെ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ട് നമ്മളിപ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നില്ലേ, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, ക്യാപ്സിക്കം, വീണ്ടും ഒരു ടേബിൾ സ്പൂൺ. ഓക്കെ,
ഇനി സ്പീഡിലാണ് കാര്യങ്ങൾ നടക്കാൻ പോണേ. എണ്ണ ചൂടായി. ഇനി എന്താ ചെയ്യാൻ പോണേ? ആദ്യം വെളുത്തുള്ളി, ഇത് ഏതാണ്ട് 1.5 ടേബിൾ സ്പൂൺ ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ പച്ചമുളക്, ഇപ്പോൾ 2 പച്ചമുളകാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ കളറ് ഭയങ്കര ബ്രൗണൊന്നും ആകണ്ട, ജസ്റ്റ് വാടി നല്ല മണം വരണം, അത്രേ ഉള്ളൂ. ദേ വാടിക്കഴിഞ്ഞു, കളറൊന്നും മാറണമെന്നില്ല. തീ കുറയ്ക്കട്ടെ. എന്നിട്ട് നോക്കിക്കോളൂ, പച്ചമുളകും 2ഉം വാടി കേട്ടോ, വാടിയ ഒരു മണം. സത്യത്തിൽ ഇപ്പോഴും ഒരു ചൈനീസ് മണം. ഓക്കെ, ഇനി സവാള, അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള പീസസ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് വാടിക്കോട്ടെ. ചെറുതായി ഒരു പകുതി വാടി തുടങ്ങുന്ന സമയത്ത് ക്യാപ്സിക്കവും കൂടി ചേർക്കാം. അതിൻ്റെ കളറൊന്നും മാറരുത്. ക്യാപ്സിക്കൊക്കെ ആ ഒരു ഗ്രീൻ കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യണം, ആ രീതിയിലാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ചൈനീസ് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ചൈനീസ് വോക്കിൽ ഇങ്ങനെ സ്മോക്കി ഫ്ലേവർ കാരണം ശരിക്കും ഭയങ്കരമായിട്ട് തീ കൂട്ടിയിട്ടിട്ടാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ തീ കൂട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ നല്ലതായിട്ട് ആ ഒരു ഹൈ ഹീറ്റിലാണ് സംഗതികളെല്ലാം റെഡി ആകേണ്ടത്. ഇത് ചൈനീസ് വോക്കല്ല എങ്കിലും ഇതൊരു നോൺ സ്റ്റിക്കാണ്. പക്ഷേ നമ്മൾ അങ്ങനെ ആ ഒരു സ്റ്റൈലിൽ ഫാസ്റ്റായിട്ട് ചെയ്യണം. എന്നിട്ട് അപ്പോൾ ഇത് ഇത്ര ആയിക്കഴിഞ്ഞാൽ അതൊന്ന് കളർ മാറണ്ട, അതൊന്ന് വാടി തുടങ്ങുന്നു എന്ന് തോന്നുമ്പോൾ ക്യാപ്സിക്കം കൂടി ചേർക്കാം. ഇപ്പോൾ ഇത് സവാളയുടെ ക്രിസ്പിനെസ് പോകരുത്, അതേസമയം ഒന്ന് ചെറുതായി വാടി തുടങ്ങുന്നു ഈ ഒരു സ്റ്റേജിൽ ക്യാപ്സിക്കം പക്ഷേ ഷേപ്പ് വ്യത്യാസമുണ്ട്. സവാളയുടെ പോലെയല്ല, ചെറിയ ചതുര കഷ്ണമായിട്ട് മുറിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി, അതിൻ്റെ കളർ മാറണ്ട. ഇപ്പോൾ കറക്റ്റ് ക്യാപ്സിക്കവും ഉള്ളിയെല്ലാം ഒന്ന് വാടി എന്നുള്ളൂ, ആ ക്രിസ്പിനെസ് പോയിട്ടുമില്ല. ഇപ്പോൾ ദേ ആ മുട്ടയും കൂടി ചേർക്കണം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചില്ലേ സ്ക്രാമ്പിൾഡ്, അതും ഒരു മിക്സിങ്. അപ്പോൾ മുട്ടയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യണം. ഇനി എന്ത് ചെയ്യാൻ പോകുന്നു നോക്കിക്കോളൂ. അതായത് ഇതെല്ലാം ഇനി ഫാസ്റ്റായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസ്, 2 ടേബിൾ സ്പൂൺ വരെ ആകും. ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്. അത് റെഡ് ചില്ലി സോസ് ആകാം, അല്ലെങ്കിൽ ഇതുപോലെ ഗ്രീൻ ആയാലും കുഴപ്പമില്ല. ഇത് ഞാൻ പൗച്ചങ്ങിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. ഈ പൗച്ച് ഇതെൻ്റെ ഫേവററ്റ് ബ്രാൻഡാണ്. ഓക്കെ, ഇനി നമുക്കൊരല്പം സോയാ സോസും കൂടി ചേർക്കാം. സോയാ സോസ് ഒരല്പം മതിയാകും. ഇത് ഡാർക്ക് സോയാണ്, ലൈറ്റ് സോയ ആണെങ്കിൽ കുറച്ചുകൂടി ആകാം. അപ്പോൾ നമ്മളൊരു 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്തു. അപ്പോൾ ഡാർക്ക് സോയ ആണെങ്കിൽ, ഇതിപ്പോൾ ഡാർക്ക് സോയാണ് 1 ടീസ്പൂൺ, ലൈറ്റ് സോയ ആണെങ്കിൽ 2 ടീസ്പൂൺ വരെ ആകാം. കഴിഞ്ഞു. ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്താൽ മതി, പെപ്പർ പൗഡർ. അതും നമ്മുടെ എരിവിനനുസരിച്ചിട്ട് 1 ടീസ്പൂൺ വരെ ആകാം, 1/2 to 1 ടീസ്പൂൺ. ഞാനിപ്പോൾ എന്തായാലും 1 ടീസ്പൂൺ ചേർക്കുന്നു. ഓക്കെ, ഇത് കറുത്ത കുരുമുളക് പൊടി തന്നെയാണ് ചേർക്കുന്നത്. നല്ല ഹൈ ഫ്ലെയിമിലിട്ടാണ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. നല്ല മണം. അപ്പോൾ ഉപ്പ് വേണമെന്നെങ്കിൽ നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. സോയ സോസിൽ ഇച്ചിരി ഉപ്പുണ്ടാവും, എന്നാലും കുറച്ച് വേണ്ടി വരും. മുട്ടയിൽ ചേർത്തിരുന്നു. മതി. ഓക്കെ, അങ്ങനെ നമ്മുടെ എഗ് ചില്ലി വിത്ത് ക്യാപ്സിക്കം റെഡിയായി കഴിഞ്ഞു. പിന്നെ ഇതിൽ ഞാനിപ്പോൾ പച്ച നിറത്തിലെ ചില്ലി സോസല്ലേ ചേർത്തേ, അതിന് പകരം റെഡ് കളറിലെ ചില്ലി സോസ് ആണെങ്കിൽ കുറച്ചുകൂടി കളർഫുള്ളാകും. ഇനി ഇത് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ ചേർക്കാം. ഓക്കെ, ഇപ്പോൾ 1 തണ്ടാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഐസ് വാട്ടറിലിട്ട് വെച്ചിരിക്കുക, അത് കാരണം നല്ല ഫ്രഷ്. ഈ ഭാഗം വരുമ്പോൾ നമുക്ക് കുറച്ച് ലോങ് പീസസ്, ഇനി ഇത് ഞാനൊരു പ്ലേറ്റിലോട്ട് വെച്ച് കാണിച്ചു തരാം. ഓക്കെ, സെർവിങ് പ്ലേറ്റ് ഇങ്ങനെ ഫൈനലായി കഴിഞ്ഞു. ഇനി പ്ലേറ്റിലേക്ക് മാറ്റുന്നതിന് മുന്നേ ഒരല്പം, ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം. 1/4,
കാര്യം ഇത്ര ക്വാണ്ടിറ്റിയല്ലേ ഉള്ളൂ. കുറച്ചുകൂടി ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർക്കണം പഞ്ചസാര, മതി. അപ്പോൾ എല്ലാം ഒരു ബാലൻസാണ്. നോക്കി എന്ത് ഭംഗിയായിട്ടിരിക്കണോ കണ്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് എക്സ്ട്രാ മാറ്റി വെച്ചതാട്ടോ ഞാൻ കാണാൻ. ഗ്രീൻസ്, സ്പ്രിംഗ് ഓണിയൻ. അപ്പോൾ നമ്മുടെ എഗ് ചില്ലി വിത്ത് ക്യാപ്സിക്കത്തിന് എന്തെങ്കിലും ചിലവുണ്ടോ? അത്ര ചിലവുണ്ട്. 4 മുട്ടയുടെ പൈസ, പിന്നെന്താ ഒരു 2-3 സവാള, ഒരു ക്യാപ്സിക്കം, ഇത്രയൊക്കെയല്ലേ ഉള്ളൂ. പിന്നെ സോയ സോസ്, ചില്ലി സോസൊക്കെ നമുക്ക് വീട്ടിൽ ടൊമാറ്റോ സോസൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതല്ലാണ്. അത് 1 ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് പോലെയാണ്. ഒരു കുപ്പി മേടിച്ച് കഴിഞ്ഞാൽ എത്രയോ നാൾ ഉപയോഗിക്കാം, അങ്ങനെയല്ലേ? അത് അങ്ങനെയുള്ളൂ. അപ്പോൾ ഗസ്റ്റ് വന്നാൽ പോലും നമുക്ക് വേറെ ഒന്നും നോൺ വെജ് കൊടുക്കാനില്ലെങ്കിലും ഫാസ്റ്റ്. ഉഗ്രൻ ടേസ്റ്റാണ്, പറയാതിരിക്കാൻ പറ്റില്ല. ടിപ്പിക്കലൊരു നമ്മൾ ചില്ലി ചിക്കനൊക്കെ കഴിക്കില്ലേ, ഏതാണ്ട് ആ ഒരു ഫീലിംഗ്, ആ ഫ്ലേവർ നമുക്ക് കിട്ടും. പ്രത്യേകിച്ച് പറഞ്ഞപ്പോൾ ക്യാപ്സിക്കം വേണ്ടാന്ന് ഞാൻ പറഞ്ഞെങ്കിലും ക്യാപ്സിക്കം ഇടുകയാണെങ്കിൽ അതാണ് നല്ലത്. കാര്യം ഈ ഒരു ഐറ്റത്തിൻ്റെ പേര് തന്നെ ക്യാപ്സിക്കം കൂടി ചേർന്ന് വരുന്നതല്ലേ. അപ്പോൾ ആ ഒരു ബ്ലെൻഡ് എന്ന് പറഞ്ഞാൽ മുട്ട ഇടയ്ക്ക് കിട്ടും, പിന്നെ ഉള്ളി, പിന്നെ ക്യാപ്സിക്കം, എല്ലാം സ്പ്രിംഗ് ഓണിയൻ എല്ലാം കൂടി ചേർന്ന് ആ സോസൊക്കെ ആയിട്ട് ആഹാ. എന്തിനാ നമ്മൾ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന ചില്ലി ബീഫൊക്കെ അതിനെക്കാട്ടിലും ടേസ്റ്റ്, അതിനെക്കാട്ടിലും അല്ലെങ്കിൽ പോലും അതിനോടൊപ്പം നിൽക്കാൻ പറ്റുന്ന ടേസ്റ്റാണ്. ഒരു സംശയം വേണ്ട. ഉണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാവും. എത്ര സിമ്പിൾ, നമുക്ക് എപ്പോൾ വേണമെങ്കിലും തട്ടിക്കൂട്ടാമെന്നല്ലേ, ഈസി അല്ലേ. സോ അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് നോക്കണം. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് തരണം. പിന്നെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഉണ്ടാക്കിയിട്ട് പിക്ചേഴ്സൊക്കെ എടുത്തിട്ട് നമ്മുടെ ഫേസ്ബുക്കിലെ ഗ്രൂപ്പിലിടുക. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും പറയുന്ന കാര്യമാണ്, എനിക്കൊരു ലൈക്ക്, ഒരു കമൻറ്റ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തരിക. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. സിമ്പിൾ റെസിപ്പിയാണ്, ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം. മുട്ടയെ നമുക്ക് പല രീതിയിൽ ചെയ്യാം, ഇത് അതിൻ്റെ ഏറ്റവും സിമ്പിൾ വേർഷനാണ്. അപ്പോൾ സന്തോഷം. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളുടെ LN വ്ളോഗ്സ് കാണുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ബിക്കം പാർട്ട് ഓഫ് അവർ LN വ്ളോഗ്സ് യൂട്യൂബ് ഫാമിലി. പിന്നെന്താണ്, ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ, സ്ഥിരമായിട്ട് കാണുന്നുണ്ടാവും പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലും പ്ലീസ് ടു സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.